ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ലഞ്ച് കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ നോക്കിയപ്പം അപ്പം ഓൾറെഡി എനിക്കറിയാം ഫ്രിഡ്ജിനകത്തിൽ തോരനും ഫിഷ് കറിയും ഒക്കെ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കഴിക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് മുന്നായിട്ട് എനിക്ക് തോന്നി ഒരു ബീട്രൂട്ട് രസം ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോൾ എന്നാൽ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീട്രൂട്ടും ടൊമാറ്റോ, കുറച്ച് ഗാർലിക്ക്, ഒരു ചെറിയ പീസ് ഓഫ് ജിഞ്ചർ എല്ലാം കൂടെ ഒന്ന് കുക്കറിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ട് കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചു. കുറച്ച് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു. അപ്പം ഇതാദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യുവാണ്. യൂട്യൂബിൽ പലവട്ടം കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് തോരൻ വെച്ചാൽ കഴിക്കും, എല്ലാവരും കഴിക്കും, എങ്കിൽ പോലും അതിൻ്റെ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇവിടെ വലിയ താല്പര്യമില്ല. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതങ്ങ് ചോറിൻ്റെ കൂട്ടത്തിൽ അതങ്ങ് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത് വെന്ത് കഴിഞ്ഞപ്പം അതിൻ്റെ പീസസൊക്കെ എടുത്ത് മിക്സിക്കകത്ത് നല്ലതായിട്ട് പേസ്റ്റാക്കി അരച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ, അതിലൊരു കായം, ഒരു പീസ് ഓഫ് കായം ഇട്ടു. അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ആ കായം അതൊന്ന് മൊരിഞ്ഞ് വന്നപ്പം ഞാൻ കടുകിട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഷാലറ്റ്സ്, ഒരു കൊച്ചുള്ളി അരിഞ്ഞ കുറച്ച് ഷാലറ്റ്സ്, ഒരു പിടി, ഒരു വലിയ ഷാലറ്റായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളക് എല്ലാം ഇട്ട് കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് സോട്ടേ ചെയ്ത് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ആഡ് ചെയ്തു. കുറച്ച് പുളിവെള്ളം, ടാമറിൻഡ്, അതിൻ്റെ ജ്യൂസ് കൂടെ ചേർത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെരി ടേസ്റ്റി.